കണ്ട നല്ല സുഖമാണ് വണ്ടി എടുക്കുക. കാറ് ഒരു ഓട്ടോ എല്ലാം പോകുന്നതാണ്ട. നല്ല പ്രകൃതിൻ്റെ അതിമനോഹരമായ കാഴ്ചകളായത്. മഴ പെയ്യുന്നുണ്ട്. ചക്ക, ഈ ചക്കയെല്ലാം എൻ്റെ ഷോർട്സിലുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടോ, നല്ല മനോഹരമായ മഴ ഇങ്ങനെ ശക്തമായിട്ട് പെയ്യുന്നുണ്ട്. ഓ, എന്തൊരു രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് മഴക്ക്. അതാണ് അതിൻ്റെ വൈബ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഓട്ടോറിക്ഷ. കണ്ട നിങ്ങൾ ഓട്ടോറിക്ഷ കണ്ട, ഓട്ടോ എല്ലാം പോകുന്ന കണ്ടില്ലേ. അപ്പോൾ നല്ല ജോലിയാണ്, നല്ല നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പോകാൻ പറ്റും. അപ്പോൾ നല്ല ട്രിപ്പും ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഓടിച്ചതും നല്ല ട്രിപ്പ് ഉണ്ടായിരുന്നു. ഇന്നും ഈ സമയം വരെ ഓടിക്കുമ്പോൾ എനിക്ക് നല്ല ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെയുള്ള ഡ്രൈവിംഗ് എല്ലാം നല്ല ഭംഗിയായിട്ട് നിറവേറ്റാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ മഴ, കടൽക്ഷോഭം, വിനോദസഞ്ചാര മേഖല, പാർക്കുകൾ, അങ്ങനെയുള്ള കോട്ടകൾ, അങ്ങനെയൊക്കെ എല്ലാം അടച്ചു. കാരണം അത്രയും ഗംഭീരമായ മഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ കാറ്റ് കണ്ടത്, കാറ്റടിക്കുന്നുണ്ട്. ഇതിൻ്റെ പിറകിൽ കടലാണ്. ഈ ഞങ്ങളുടെ ഈ പിറകിൽ അങ്ങ് ബാക്കിൽ കടൽ. അപ്പോൾ പെട്ടെന്ന് കാറ്റ്. ഇന്നലെ രാത്രി നല്ല കാറ്റായിരുന്നു. ആ കാറ്റത്ത് ഞാൻ വണ്ടി എടുത്തത്. ഒരാൾ കൈ നീട്ടി ഇന്ന സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞ പാവം, അപ്പം ദുരിതം അനുഭവിക്കുന്നു ഞാൻ. അപ്പം ഒന്ന് കൊണ്ടാക്കണ്ടേ, അല്ലേ മര്യാദ. നമ്മളെ പൈസേൻ്റെ മാത്രമല്ലല്ലോ. അങ്ങനെ അയാളെയും കൂട്ടിയിട്ട് പോയി. മഴയത്ത് ഒന്നും സംഭവിച്ചില്ല, നല്ല കൂളായിട്ട് പോയി. പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ മരങ്ങൾ പൊട്ടി പോയിട്ടുണ്ട്, ബ്ലോക്കായിട്ടുണ്ട്, ലൈന്, കറണ്ടില്ല. അങ്ങനെ ഈ നിമിഷം വരെ കറണ്ട് വന്നോന്നറിയില്ല. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം വരെ കറണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഫോണ് ചാർജ് ചെയ്യാനും പറ്റിയില്ല, ക്യാമറയും ചാർജ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വേറെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയിൽ ഈ ചാർജ് കുത്തുന്ന സംഭവമുണ്ട്. അങ്ങനെ 2 ക്യാമറയും ഫോണും ചാർജ് കുത്താൻ വെച്ച് അത് കുത്തി. അതുകൊണ്ട് സന്തോഷമായി. ഇനിയിപ്പോൾ വൈകുന്നേരം കറണ്ട് വന്നിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് മരങ്ങൾ വീണിട്ടുണ്ട്. നമ്മുടെ ഈ റോഡുകളിലെല്ലാം കാണാം. റോഡിന് ഇങ്ങനെ ചാഞ്ഞിട്ട് മരങ്ങൾ, അതിൻ്റെ കൊമ്പുകളെല്ലാം ഇങ്ങനെ എന്താ പറയണ്ടേ, വീഴാൻ പോകുന്ന തരത്തിൽ അതിൻ്റെ കൊമ്പുകളുണ്ട്. അതൊന്നും കൊത്തുന്നില്ല. അതിന് കൊത്തി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ആപത്തൊന്നും ഉണ്ടാവില്ല. നമുക്ക് നോക്കിയിട്ട് ഒരാൾ വരുന്നുണ്ട് ചോദിക്കാൻ. അപ്പം ഒരു ഹിന്ദിക്കാരനാണ്. ഇപ്പം വന്ന് ചോദിച്ചു ഒന്ന് പോവോ ഇന്ന സ്ഥലത്തേക്കാണ്. പക്ഷേങ്കിൽ ഞാൻ നിങ്ങൾക്ക് പോകാമായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നതല്ലേ, ഞാൻ പറഞ്ഞ അദ്ദേഹത്തോട് ഞാൻ വീഡിയോ എടുക്കുന്നതാണ്, ക്ഷമിച്ചു. നിങ്ങളിത് അവിടെ പച്ചപ്പുറത്ത് അവിടെ വണ്ടി വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് നിങ്ങൾ കയറി പോയിക്കൊള്ളുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, എനിക്ക് ചെറിയൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അതിൽ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. ഗംഭീര മഴ എന്ന് പറഞ്ഞാൽ ഗംഭീര മഴയാണ്. ഇതുപോലെ തന്നെ ഒരു 3-4 ദിവസം കൂടി പോയി കഴിഞ്ഞാൽ എന്താവും, ഈ വെള്ളം കയറും. അത് ഉറപ്പാണ്, സംശയമില്ലാത്ത കാര്യം. വെള്ളം കയറി. ഞാൻ തന്നെ നാട്ടിലേക്ക് പോകുമ്പോൾ വയലിലേക്ക് കൂടിയല്ല പോകേണ്ടത്, വയലിൻ്റെ സൈഡിലെ റോഡ്. അപ്പോൾ ആ റോഡിലെല്ലാം വെള്ളം കയറി കഴിഞ്ഞാൽ വണ്ടിയിൽ കിടക്കേണ്ടി വരും. വണ്ടി തെരുവിൽ വെച്ചിട്ട് പോകാൻ കഴിയില്ലല്ലോ. അപ്പം എന്ത് ചെയ്യുക, വണ്ടി എടുത്ത് പോയി എവിടെയാണോ വണ്ടി കട്ടുണ്ടാക്കുക. ഇതേപോലെയുള്ള വലിയ വണ്ടിയാണല്ലോ, ചെറിയ വണ്ടിയല്ല, ബജാജിൻ്റെ അല്ല, ആപ്പേൻ്റെ ആണ്. അപ്പോൾ ഇത് കണ്ട ബെഡ് നിങ്ങൾ യൂട്യൂബിൽ കാണാം. ഇതാ സീറ്റ്. ഈ സീറ്റിൻ്റെ വലിയ സീറ്റാണ്, വലിയ ലോങ് സീറ്റാണ്. നല്ല അടിപൊളിയായിട്ട് കിടക്കാം. 2 സൈഡ് കർട്ടൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പുതപ്പും ബെഡ്ഷീറ്റും എടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും മിക്കവാറും. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇത് കണ്ട ആ കാറ് പോകുന്നുണ്ട്. മനോഹര തീരം ദൂരെ മാറിവില്ലോ ഇതാ. അപ്പോൾ പിന്നെ പ്രകൃതി കണ്ട നല്ല മനോഹരം. പിന്നെ വേറെ എന്താ പറയുന്നത് വെച്ചാൽ, വേറെ എന്താ പറയാ,
മന്ത്രിൻ്റെ കാറ് പോകുന്നുണ്ടോ? മന്ത്രി പോലീസ് ജീപ്പ് മുമ്പിൽ, അതിൻ്റെ ബാക്കിൽ മന്ത്രിയിൽ അങ്ങനെ പോകുന്നതാണ് അവർ. ഇനിയിപ്പോൾ ഒരു തിരക്കായിരിക്കും മന്ത്രി പോകുമ്പോൾ. അത് ഏത് ഭരണകക്ഷികളായാലും അവർക്ക് അവർ തരണം. സാധാരണ ജനങ്ങൾ മാറിക്കൊടുക്കണം, വഴി മാറിക്കൊടുക്കണം അല്ലേ? അതല്ലൊരു കഥ. അങ്ങനെ ഒരുപാട് കഥകളുണ്ട് എൻ്റെ ജീവിതം. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷേൻ്റെ ഇതുപോലെയുള്ള വലിയ വലിയ കെടുതികളെല്ലാം വരുമ്പം പ്രകൃതി ഇതൊക്കെ പ്രകൃതി ഇല്ല. ഒരു സെക്കൻഡ്, ഭയങ്കര ഇരുടായിട്ടുണ്ട്, കാലാവസ്ഥ ഇരുടായിട്ടുണ്ട്, മഴ കനക്കുന്നതിൻ്റെ ലക്ഷണമാണ്. മഴ പെയ്യുന്നുണ്ട്, പക്ഷേ കുറച്ചും കൂടി ഇരുടായിട്ടുണ്ട് പ്രകൃതി. കാരണം കാർമേഘങ്ങൾ ഇങ്ങനെ കറുത്ത് 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 വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കറുത്ത് കറുത്ത് വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് മഴ കണ്ടിട്ട് എന്താ കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്. ഓഹോ, നല്ല കാറ്റാണ്. അപ്പോൾ എന്തിരുന്നാലും കാറ്റ് 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 എന്ന് പറയാൻ സമ്മതിക്കുന്നില്ല, ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം വരുമ്പം ഓട്ടോറിക്ഷൻ്റെ അവസ്ഥ ദയനീയ. കാരണം ഓടാൻ കഴിയില്ല, റിസ്ക് എടുത്തിട്ട് ഓടേണ്ടി വരും. അതുകൊണ്ടാണ് ഈ വലിയ പ്രശ്നങ്ങൾ, ആക്സിഡൻ്റ് കൂടുതൽ. ഈ മഴക്കും കലിതുള്ളി വരുന്ന മഴയില്ലേ, ഇതേപോലത്തെ കാറ്റ് കൊണ്ടാകുമ്പം വലിയ റിസ്ക്കാണ്. അതൊന്നും ഈ കാറ് പ്രൈവറ്റ് വാഹനങ്ങൾക്കാണെന്നും ബാധകമല്ല കേട്ടോ. അവരങ്ങ് അടിച്ചു വിടല. ഇപ്പം തന്നെ ഈ 2-3 ദിവസമായിട്ട് എത്ര കാറുകൾ ആക്സിഡൻ്റായിട്ട് കിടന്നത് ഞാൻ കണ്ടു, ഒരുപാട് കണ്ടു. 3 എണ്ണം. ഒന്ന് പോസ്റ്റിലിടിച്ച് അങ്ങ് തെറിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്, മറ്റേതും അതേപോലെ തന്നെ ഇതായിട്ടുണ്ട്. വേറെ ഒന്നുണ്ട് നടു റോട്ടുമ്പോൾ അങ്ങനെ വെച്ചിട്ട് ഡിബേറ്ററിൻ്റെ മേലേക്ക്. അപ്പോൾ ഇവരെല്ലാം ഈ എന്ത് ഭാവിച്ചിട്ടാണ് ഇവരെല്ലാം ഇങ്ങനെ മത്സരിച്ച് ഓടുന്നതെന്ന് അറിയാം. അവരുടെ ജീവിതം പ്രശ്നമാണ്, മറ്റുള്ളവരുടെ ജീവിതം പ്രശ്നമാണ്. അതൊന്നും ആ ഒരു ബോധമില്ല. നമ്മൾ കാരണം മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാകും, അങ്ങനെയുള്ള ഒരു ബോധമില്ല. ഇത് കാറ്റ് വെച്ചാൽ കാറ്റ് 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 നല്ല മഴ കേട്ടോ, മഴയോട് മഴയാണ്. ഞാൻ തിരിച്ച് കാണിച്ചില്ല ക്യാമറ. നല്ല കാറ്റുണ്ട്, നല്ല മഴയുണ്ട്, നല്ല മഴയുണ്ട്, നല്ല കാറ്റുണ്ട്. മാറിയില്ലോ ഇതാ ഇതാ. നമ്മുടെ കർട്ടനെല്ലാം പറഞ്ഞാണ്, കർട്ടനെല്ലാം മാറിപ്പോന്ന്. വണ്ടി തിരിച്ച് വെച്ചിരിക്കുക. അത് പടിഞ്ഞാറോട്ട് മുഖം ആക്കിയിട്ട് വെക്കണം വണ്ടി, ഇല്ലെങ്കിൽ കർട്ടനെല്ലാം മാറിക്കും. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മഴ സമയത്ത് വണ്ടി ഓടിക്കാൻ. സാധാരണ മഴക്ക് പ്രശ്നമില്ല, ഇതേപോലെ കലി വരുന്ന മഴക്ക് ഭയങ്കര പ്രശ്നം തന്നെയാണ്, ഓടിക്കാൻ റിസ്ക്കാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ പോകണം എന്നാണ് ആഗ്രഹം. പക്ഷെ ഓരോരുത്തർ ആൾക്കാർ കൈ നീട്ടുമ്പോൾ നമുക്ക് കയറ്റാതിരിക്കാൻ വയ്യ, ഒരു മനസ്സ് വരില്ല അവരെ കൂട്ടാൻ പോകാൻ. അപ്പോൾ അവരെ യഥാസ്ഥാനത്ത് അവരവരെ വീടുകളിൽ ചെന്നിറക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. നോക്കാം, ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ട് കേട്ടോ വണ്ടി കിട്ടാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഓട്ടോക്കാർ സേവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കൂടിയാണ് അല്ലേ. കൃത്യമായ അതിൻ്റെ കൂലി, യാത്രാക്കൂലി ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ, ഞാൻ അത്രയേ കൊടുക്കലോ ഉള്ളൂ പറയുന്നതിൽ കേൾക്കാം. എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല, എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ തക്കതായ മറുപടിയും കൊടുത്ത് ഞാൻ മേടിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. കാരണം നമ്മളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ഏത് കോടതിയിലും പോകാം. അല്ല, കോടതിയിൽ നിന്നല്ല, കോടതീൻ്റെ കാര്യം പറയുന്നില്ല, നമ്മളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ആരോ മുഖത്ത് നോക്കിയിട്ട് പറയാം,
അതിനുള്ള തൻ്റെടം പാടും. എനിക്കുണ്ട്, ന്യായം ഉണ്ടാക്കി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെന്താ പറയേണ്ടത്? അതുപോലെ തന്നെ ഈ മഴക്ക് റിസ്ക്കാണ്. അതിൻ്റെ ഓരോ വീഡിയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഈ മഴക്ക് അങ്ങനെ സാധ്യമല്ല. ഇത് തൽക്കാലം ഈ വീഡിയോ കാണും. അതുപോലെ തന്നെ റോഡുകളെല്ലാം ഈ കുളമായിട്ടാണ് ഉള്ളത്. അതായത് ചില ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞെല്ലാം ഇപ്പം വെള്ളം കയറിയിട്ടും എല്ലാം റോഡ് പൊട്ടിയതാണോ അതോ നല്ല റോഡായിരിക്കും, ചിലപ്പം വെള്ളം ഉണ്ടാവും, അതിൻ്റെ അകത്ത് കുഴി ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ ബൈക്ക് സ്കൂട്ടർ കാറാണ് ശ്രദ്ധിക്കേണ്ടത്. അവരെ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല, അവരിങ്ങനെ പറന്ന് പോകും. എങ്ങോട്ടാല്ല ഇങ്ങനെ കളിക്കുന്ന കുറേ ചില ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ എൻ്റെ ജീവിതം തുടക്കമാണ്, കാക്കിയിട്ടൊരു ജീവിതം തുടക്കമാണ്. ഇനി കാണാൻ പോകുന്ന പൂരം പറയണ്ടല്ലോ, പറയാം. കയ്യെത്തും ഭൂരി താനം താനം തകതാനാര താനാരാനാര താനാത്താനം കാക്കി മർമ്മരം. നിങ്ങളെൻ്റെ ബാക്കിൽ കാണുന്നില്ല, ഭയങ്കരമായിട്ട് പ്രകൃതി ഇങ്ങനെ ആടി ഉലഞ്ഞ് കളിക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലെ മഴ ഗംഭീരമായിരിക്കും അല്ലേ? കേരളത്തിലെല്ലാം ഉണ്ടാവുക മഴ. തെക്കൻ ജില്ല, വടക്കൻ ജില്ല, മധ്യ കേരളം അങ്ങനെയൊക്കെ അല്ലേ? നല്ല തണുപ്പുണ്ട്, ഭൂമി ആകെ മാറി. പക്ഷേ ഈ ക്ലൈമറ്റ് മാറണ്ടിക്കൽ ഒരു 2 മണിക്കൂർ നല്ലോണം പകൽ സൂര്യൻ ഉദിക്കുന്നില്ല, വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ പഴയ വഴി എല്ലാം ഉണങ്ങി 2 മണിക്കൂർ വെയിൽ വന്നു. ഇപ്പം സൂര്യനുമില്ല, ചന്ദ്രനുമില്ല, നക്ഷത്രമില്ല, ഒന്നിനെയും കാണുന്നില്ല. എല്ലാം മഴക്കാറ് കൊണ്ട് ഓടി ഒളിച്ചിട്ടാണുള്ളത്. അങ്ങനെ 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 ഞാൻ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ വന്നു. കാക്കിയിട്ട ഒരു കസ്തൂരി മാമ്പഴം ഇവിടെ ചോരുന്നുണ്ട്. അന്തർ തോട ചോർച്ച എവിടെയാ ചോർച്ച? ഇവിടെ. പഴയ വണ്ടിയാണ് കേട്ടോ, പുതിയ വണ്ടിയൊന്നുമല്ല. ഓൾഡ് ഈസ് ഗോൾഡ് എന്നും ഓൾഡ് ഈസ് ഗോൾഡ് തന്നെയാണ്. പക്ഷേ മേൽക്കൂര ഉണ്ടോ? ഇതെല്ലാം എൻ്റെ ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഷോർട്സ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ മേൽക്കൂരയാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത് എൻ്റെ സുഹൃത്തുക്കളെ. അപ്പോൾ ഈ വീഡിയോ നല്ല മഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഞാൻ കാണിച്ചില്ല, ഗംഭീര മഴയാണ്. താനം താനം എന്നാരം തന്നാരേ താനം മരം മരം എന്താ കാണുന്നുണ്ടോ നിങ്ങൾ? ചിക്കാരം കാട്ടി മരം. അപ്പോൾ നല്ല മഴയാണ്, ഒന്നും ചെയ്യാനില്ല. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് കുറച്ച് നിങ്ങൾക്ക് വീഡിയോ വേണ്ടേ അങ്ങനെ എടുത്തത്. ഇനി ഒരു സ്റ്റാൻഡിൽ ഞാൻ പോകും. ഇപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ പങ്കുവെക്കാം. അത് ചിലപ്പോൾ ഷോർട്സിലേക്കാണ് വരിക. അപ്പോൾ ഏതായാലും എന്നെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങളുടെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും. ഇനിയാണ് കളി, ഇനിയാണ് എൻ്റെ ജീവിതം. ഓക്കെ. ചന്ദനമണിവാതിൽ പാതിചാരി ഇന്ദോളം തന്നൽ തിരയിളക്കി ശൃംഗാരചന്ദ്രികേ നീരാടി എന്തായിരുന്നു
മനസ്സിൽ ഈ പാട്ട് പാടാനാണ് ഇപ്പം നല്ലൊരു മനസ്സിൽ കിട്ടും. അപ്പം നിങ്ങൾ പാടുക ഈ പാട്ട്. അറിയുന്നവർ അറിയാത്തവർ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, ഈ പാട്ട് പാടുക, എനിക്ക് കമൻറ്റ് തരിക. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളും എൻ്റെ ജീവിതം അടിച്ച പൊളിക്കണ്ടേ നമുക്ക്. അപ്പോൾ തൽക്കാലത്തേക്ക് ബൈ.